ഇതുപോലത്തെ ഒരു ചെറിയ ഫാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതിൻ്റെ ഒരു ലീഫ് ഉണ്ടാക്കിയെടുക്കണം, അതായത് പ്രൊപ്പല്ലർ, ഫാനിൻ്റെ പ്രൊപ്പല്ലർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ബസ് ബോർഡിൽ ഇതുപോലെ ഒരു രൂപരേഖ ഏകദേശം ഒന്ന് വരച്ച് റെഡിയാക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരികൊക്കെ വെട്ടിയിട്ട് നല്ല വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ 3 ലീഫ് നമ്മൾ റെഡിയാക്കണം. നമ്മൾ 3 ലീഫിൻ്റെ ഒരു ചെറിയ ഫാനാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ലെവലിലാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലീഫ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഇപ്പോഴത്തെ റൗണ്ട് ബസ് ബോർഡിൽ വെട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ കോമ്പസിൽ ഒരു ആരം എടുത്തിട്ട് ഒരു 4 എണ്ണം ഇതുപോലെ ബസ് ബോർഡിൽ വരച്ചുണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ 4 എണ്ണം അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ള ബസ് ബോർഡിലാണ് നമ്മളിങ്ങനെ ലീഫ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിൽ കളർ പേപ്പർ വെട്ടി ഒട്ടിക്കുകയാണ്. ഇതുപോലെ പ്രൊപ്പല്ലർ വെച്ച് വരച്ചിട്ട് നമ്മളത് വെട്ടിയെടുത്തിട്ട് ഈ പ്രൊപ്പല്ലറിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്രൊപ്പല്ലറിൽ, അതായത് ലീഫേൽ നമ്മൾ കളർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ലീഫ് സെറ്റ് ചെയ്യാനായിട്ട് 4 റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ റൗണ്ടേലോട്ട് നമ്മുടെ ലീഫ് ഒട്ടിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു ലെവൽ കണക്കാക്കിയിട്ട് നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അകലമൊക്കെ ഏകദേശം കണക്കാക്കിയിട്ട് ഒട്ടിക്കണേ. അതായത് 3 ലീഫും തമ്മിൽ ഒരു നിശ്ചിത അകലം ഉണ്ടാവണം, അടുപ്പിച്ചടുപ്പിച്ച് വരരുത്. മൂന്ന് ലീഫ് നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിശ്ചിത അകലത്തിൽ നമ്മളത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ പുറകിൽ ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ 3 വട്ടം ഇനി ബാക്കിയുണ്ട്. ആ ഒരു 3 റൗണ്ടിൽ ഒരെണ്ണം കൂടെ ഈ പുറകിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ലീഫ് ഈ 2 റൗണ്ടിൻ്റെ അകത്തായിട്ടുണ്ട്. ഒരു സൈഡിൽ 2 റൗണ്ട് വേണം. നമ്മൾ ബസ് ബോർഡിൽ വെട്ടിയിട്ടിച്ച 2 വട്ടം ഒരു സൈഡിൽ ഒട്ടിക്കണം. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു റൗണ്ട് നമ്മളിത് ഇവിടെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ പുറകിലും ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഫാനിനൊരു സ്റ്റാൻഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കാർഡ്ബോർഡിൽ ഒരു രൂപരേഖ, സ്റ്റാൻഡിൻ്റെ രൂപരേഖ കൂടി വരയ്ക്കുക. എന്നിട്ടത് വെട്ടിയെടുക്കുക. ഇതുപോലത്തെ ഒരെണ്ണം കൂടി വേണം. അപ്പോൾ അതുപോലെ ഒരെണ്ണം കൂടി വെട്ടിയുണ്ടാക്കുക. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു കറുത്ത സ്വിച്ച് ചെറുതെടുക്കുക. അതിൻ്റെ ഓരോ കാലയിലും ഓരോ കറുത്ത വയറുകൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. നമ്മളിനി ഈ വെട്ടിയുണ്ടാക്കിയ സ്റ്റാൻഡിലാണ് ഈ സ്വിച്ച് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മടക്കിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഈ സ്വിച്ച് ഒട്ടിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റാൻഡ് നമ്മൾ സ്വിച്ചിനോട് ചേർത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ പുറകിൽ ഒരു ചെറിയ ബസ് ബോർഡ് കഷ്ണം വെട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളതിൽ ചെറിയ 2 ഓട്ടകൾ ഇട്ടിട്ടുണ്ട്, വയർ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു കറുത്ത വയർ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ കടത്തി വിടും. അതുപോലെ തന്നെ ഒരു ചുവന്ന വയറും കൂടിയിട്ട് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് കടത്തി വിടണം. അതിനാണ് രണ്ടാമതൊരു ഓട്ടോ കൂടി നമ്മൾ ഇട്ടേക്കുന്നത്. ബസ് ബോർഡ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ എല്ലാ സൈഡും ഒട്ടിച്ചെടുക്കണം. ഇനി ഒരു കനം കുറഞ്ഞ ചുവന്ന വയറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഹോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ മെല്ലെ ഇറക്കിയിട്ട് താഴേക്ക് കൊണ്ടുവരണം. അതിൽ സ്വിച്ചുമായിട്ട് ചുവന്ന വയർ കണക്ഷൻ ഒന്നുമില്ല, നേരെ താഴോട്ട് ഇതുപോലെ കൊണ്ടുവന്നാൽ മതി. ഇനി ഇതുപോലെ ഒരു ചെറിയ മിനി മോട്ടർ എടുക്കുക. 20 രൂപയാണ് ഇതിൻ്റെ വില. അതിൻ്റെ കൂടെ ഞാൻ ഒരു ഗം ബോട്ടിലിൻ്റെ
അടപ്പ് കൂടി എടുത്തിട്ടുണ്ട്. ഈ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഇതിനകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റണം, നല്ല ടൈറ്റായിട്ട് കയറ്റി വെക്കാൻ പറ്റണം. അപ്പോൾ അതനുസരിച്ചിട്ട് ആ ബോട്ടിലിൻ്റെ അടപ്പയിൽ നമുക്കൊരു ഓട്ട തുളയ്ക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന കോമ്പസാണ്. ഡിവൈഡറും കോമ്പസും ഒക്കെ ഇട്ടിട്ട് ഞാൻ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റ് കടന്നു പോകാൻ പാകത്തിന് ഒരു ഓട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റ് ആ ബോട്ടിലിൻ്റെ അടപ്പിലോട്ട് കടന്ന് നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ അടപ്പ് നമ്മൾ മിനി മോട്ടറിൽ നിന്ന് ഊരിയിട്ട് ഈ ഒരു ലീഫിൻ്റെ പുറകിൽ ഇതുപോലെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ബസ് ബോർഡ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിനി മോട്ടറിൻ്റെ അളവിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അതെല്ലാം മിനി മോട്ടറിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മിനി മോട്ടറിൽ അതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട്, ബസ് ബോർഡെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാനിൻ്റെ ഒരു കാലിൻ്റെ മുകളിൽ ഇതുപോലെ അത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മിനി മോട്ടറിൽ ഇപ്പോൾ കണക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. മിനി മോട്ടറിൻ്റെ പുറകിൽ ഇതുപോലെ കണക്ഷൻ കൊടുക്കാനൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നമ്മൾ ചുവന്ന വയറും കറുത്ത വയറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട, നമ്മൾ മിനി മോട്ടറിൻ്റെ ഒരു ഓപ്ഷനിലോട്ട് ഒന്നെങ്കിൽ സോൾഡർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിയുമ്പം ചില മോട്ടർ വർക്ക് ചെയ്യുമ്പം ചിലപ്പം മോട്ടർ ഇടത്തോട്ട് കറങ്ങും. അപ്പോൾ അത് വലത്തോട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കണക്ഷൻ കൊടുത്തെടുത്ത് ചുവന്ന വയർ കൊടുത്തെടുത്ത് കറുത്ത വയർ കൊടുത്തെടുത്ത് ചുവന്ന വയർ മാറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ഇതുപോലെ നമ്മുടെ ലീഫ് മെല്ലെ കയറ്റി കൊടുക്കുക. അപ്പോൾ ആ മിനി മോട്ടറിലൊന്ന് ബാക്കിൽ ഒരു ചെറിയ സപ്പോർട്ട് കൈകൊണ്ട് കൊടുക്കണം. അപ്പോൾ 2 ഘട്ടം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഒരു ഘട്ടം കൂടിയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. അതിന് ഇതുപോലെ ആദ്യം നമ്മളൊരു ഇൻസുലേഷൻ ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ ഒരു പൊസിഷനിൽ ബാറ്ററികൾ അറേഞ്ച് ചെയ്യണം. ഇൻസുലേഷൻ ചുറ്റിക്കഴിഞ്ഞിട്ട് ബാറ്ററി ഇതുപോലെ നമ്മുടെ പ്ലെയറിലെടുത്ത് വയ്ക്കുക. അത് നമ്മൾ സോൾഡർ ചെയ്യാൻ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ബാറ്ററിയുടെ ഒരു പോസിറ്റീവ് ടെർമിനലും മറ്റേ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് സോൾഡർ ചെയ്തേക്കുന്നത്. ആ സൈഡിൽ ഒരു പോസിറ്റീവ് ടെർമിനൽ ഫ്രീ ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി മറു സൈഡിൽ നമുക്ക് സോൾഡർ ചെയ്യണം. അവിടെ ഉള്ളത് ഒരു പോസിറ്റീവ് ടെർമിനലാണ്, ബാക്കി 2 നെഗറ്റീവ് ടെർമിനലാണ്. ആ പോസിറ്റീവ് ടെർമിനലും മറ്റേ നെഗറ്റീവ് ടെർമിനലും കൂടിയിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. സോൾഡറിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് നമ്മൾ സോൾഡർ ചെയ്യുന്ന കമ്പ്യൂട്ടർ തന്നെയാണ് ഈ കണക്ഷൻ കൊടുത്തേക്കുന്നത്. സോൾഡറിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു കറുത്ത വയർ എടുക്കുക. എന്നിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ അത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഫ്രീ ആയിട്ടുള്ള നെഗറ്റീവ് ടെർമിനലാണ് നമ്മൾ വയർ കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ മറുവശം എടുക്കുക. അവിടെ ഒരു പോസിറ്റീവ് ടെർമിനൽ ഫ്രീ ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചുവന്ന വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇവിടെ ബാറ്ററിയിൽ നിന്നുള്ള ഔട്ട്പുട്ട് കണക്ഷൻസൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫാനുമായിട്ട് കണക്ട് ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ ഈ ബാറ്ററി സെറ്റപ്പ് വയ്ക്കാൻ പാകത്തിന് ഈ ബാറ്ററിയുടെ വലുപ്പത്തിന് ഒരു ചെറിയ ബോക്സ് ഉണ്ടാക്കി എടുക്കുകയാണ്. അതും ബസ് ബോർഡ് വെച്ചിട്ട് തന്നെയാണ്. ഇതുപോലെ അളവ് നോക്കി കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പശ തേച്ചിട്ട് അതൊരു ബോക്സ് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. ഈ ബാറ്ററി അതിൻ്റെ അകത്ത് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബോക്സിൻ്റെ പുറകിൽ നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫാനിൽ നിന്നുള്ള കണക്ഷൻ ഈ ബോക്സിനകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബോക്സ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഈ ഫാൻ ഒട്ടിച്ചു കൊടുക്കണം. അതായത് ഫാനിൻ്റെ ആ ഒരു കാലിൻ്റെ ഭാഗം നമ്മൾ ഈ ഒരു ബോക്സിൽ ബാറ്ററിയുടെ ബോക്സിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം സെൻറ്റർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വരയൊക്കെ വരച്ചിട്ട് അതിൽ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്.
ഇനി നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. ബാറ്ററിയിൽ നിന്നൊരു കറുത്ത വയർ വരുന്നുണ്ട്, അതുപോലെ ഫാനിൽ നിന്നൊരു കറുത്ത വയർ വരുന്നുണ്ട്, സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത കറുത്ത വയർ. അതും ബാറ്ററിയിൽ നിന്ന് വരുന്ന കറുത്ത വയറുമായിട്ട് ഇതുപോലെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഇൻസുലേഷൻ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് ഒരു ചുവന്ന കണക്ഷൻ വയറുണ്ട്, ഫാനിൽ നിന്നും ഒരു ചുവന്ന വയർ വരുന്നുണ്ട്. അത് രണ്ടും കൂടി കൂടിയിട്ട് കണക്ഷൻ കൊടുത്തിട്ട് ഇൻസുലേഷൻ ചെയ്യുക. കണക്ഷനൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് നമ്മളുണ്ടാക്കിയ ബോക്സിൻ്റെ അകത്തോട്ട് ബാറ്ററിയും ബാക്കിയുള്ള വയറൊക്കെ കൂടിയിട്ട് കയറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പീസ് ബസ് ബോർഡ് എടുത്തിട്ട് ആ ഒരു ബാറ്ററിയുടെ ബോക്സും കൂടിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഫാൻ റെഡിയാണ്. നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട്, കറങ്ങുമെന്നൊക്കെ നോക്കാം. വളരെ നല്ല സൂപ്പറായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.